25 lakhs പ്രോബ്ലം അല്ലേ? സൂര്യനെ ജാമ്യത്തിലിറക്കാൻ പണം സംഘടിപ്പിക്കാൻ സ്റ്റെഫിയുടെ ശ്രമം. തിരുമുറ്റം ഗ്രൂപ്പുമായിട്ട് ഒരു ബിസിനസ് ലിങ്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടിയെ അപായപ്പെടുത്താൻ ആതിര ശ്രമിക്കുന്നു. മണിക്കുട്ടി, അതെ, രാവിലെ പോണം കേട്ടോ. കൃത്യസമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തണം. മണിക്കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ഹരി. അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ തുടർന്ന് കാണുക. മണിക്കുട്ടിയുടെ ഭാഗ്യം. നാളെ മണിക്കുട്ടിയെ ഞങ്ങളൊരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. സാറിന്റെ കൂട്ടുകാരനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നിരിക്കുന്നത്. ഞാനും വരാൻ ചേച്ചി. വേണമെന്നില്ല, ഏഞ്ചൽ ഇവിടെ തനിച്ചായിരിക്കും. അവൾക്കൊരു കൂട്ട് വേണ്ടേ? ഉണ്ണിക്കുട്ടൻ അവളുടെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ പോയിട്ട് വരാം. ഒരു ഫേമസ് ഡോക്ടറാ, ഐ സ്പെഷ്യലിസ്റ്റാ. ആൾ ഇന്ന് രാത്രി ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ടെന്ന്. സാറിന് ആ ഡോക്ടറിൽ വലിയ വിശ്വാസമാണ്. മണിക്കുട്ടിയെ അവിടെ കാണിക്കാൻ പറ്റിയ കാഴ്ച തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് സാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. രാവിലെ പോണം, വലിയ തിരക്കുണ്ടാവും. കൃത്യസമയത്ത് അവിടെ എത്തണം. പോണം ചേച്ചി. ഇങ്ങനെയുള്ള ഫേമസ് ഡോക്ടറെ കാണാൻ വേണ്ടി ആൾക്കാർ 3-4 മാസം മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കും. മണിക്കുട്ടിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമെന്നാ സാറ് പറഞ്ഞത്. എന്റെ മോളുടെ സങ്കടവും നിലവിളിയൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ ഉണ്ണിക്കുട്ട. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ മണിക്കുട്ടിയോട് ദൈവം കരുണ കാണിക്കണം. ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ഇരട്ടി തപ്പിത്തടഞ്ഞെന്റെ മോള്. എനിക്കത് കാണാനുള്ള ശക്തിയില്ല ഉണ്ണിക്കുട്ട. നീ വരുമ്പോ എനിക്കൊരാശ്വാസം കിട്ടുമെന്ന് കരുതി. പക്ഷെ ഞാൻ ആകെ മരവിച്ചിരിക്കുക. ചേച്ചി സമാധാനിക്ക്. നാളെ ഡോക്ടറെ കാണാൻ പോവല്ലേ? നമ്മൾ മണിക്കുട്ടിയുടെ കണ്ണ് സുഖപ്പെടും. ചേച്ചി കരയണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചി. ഹരിസാറ് വിശ്വസിക്കുന്ന പോലെ മണിക്കുട്ടി സുഖപ്പെടും. ആ ഡോക്ടർ നമ്മുടെ കണ്ണീര് തുടക്കും. മണിക്കുട്ടിക്ക് പഴയതുപോലെ എല്ലാം കാണാൻ കഴിയും. ചേച്ചി പോയി കിടന്നുറങ്ങിക്കോ. നാളെ നേരത്തെ പോകേണ്ടതല്ലേ? ചെല്ലു ചേച്ചി. ഓഹോ, അപ്പോ ലണ്ടൻ ഡോക്ടറെ കണ്ട ആ പൊട്ടിപ്പെണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും. പണി തരാം. അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ ഇറങ്ങില്ലെങ്കിൽ കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിയില്ല. അപ്പപ്പാ, മൺകുട്ടി ഡോക്ടറെ കാണാൻ പോവാ. അപ്പപ്പ വിഷമിക്കണ്ട കേട്ടോ. ഏഞ്ചൽ അപ്പപ്പന്റെ അടുത്തിരിക്കും അല്ലേ ഏഞ്ചലെ? മോള് പോയിട്ട് വാ. ആ ഡോക്ടറോടെ മോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ആണോ ഗണിമേ? അതെ, നമുക്കിറങ്ങാം. ആ, ഇറങ്ങാം. അപ്പപ്പ, മണിക്കുട്ടി തിരിച്ചു വരുമ്പോഴേ അപ്പപ്പനെ കാണാട്ടോ. അപ്പപ്പന്റെ വണ്ടി കാണും, അപ്പപ്പൻ വായിക്കുന്ന പത്രത്തിലെ പടങ്ങൾ കാണും. എന്നിട്ട് അപ്പപ്പനെ ഞാൻ ഈ വീട്ടില് മൊത്തം ഉരുട്ടിക്കൊണ്ട് നടക്കാം കേട്ടോ. ഞാൻ വരുമ്പോഴേ ഉണ്ണിക്കുത്തനും ഏഞ്ചലും പടിയിലിറങ്ങി നിക്കണം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാ മതി, ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്ക് അന്നേരം കാണാൻ പറ്റുമല്ലോ. മോളെ മണിക്കുട്ടി, നമുക്ക് ഇറങ്ങാം. വാ. അച്ഛാ, വെല്ലുളിയാ, ഒന്നുകൂടി വെല്ലുളിയാ. ആതിര, ഏഞ്ചലെ, മോളെ പിടിച്ചോ. ആതിരെ, ആതിരെ, വെല്ലുളിയാ, ആതിരെ, വെല്ലുളിയ, ഒന്ന് വേഗം വാ. ആതിരെ, 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 എന്തു പറ്റി? ആതിരെ, ആതിരെ, അയ്യോ, എന്തു പറ്റി? ഞാൻ വരുമ്പോ കാണുന്നതേ വായിന്ന് നൊരയും പതിയും വന്ന് ഇവള് കിടന്ന് പൊളയുന്നതാ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പിടിക്കേ, വേഗം പോവാ. ആതിരെ, ആതിരെ, മോളെ, എന്തു പറ്റി? അച്ഛാ, ആതിര. അച്ഛാ, എന്താന്നറിയില്ല, ആതിരയുടെ വായിന്ന് നൊരയും പതയും വരുന്നെന്ന്. ബോധമില്ല. ആതിരെ, അയ്യോ എന്റെ മോള്. സാർ വണ്ടി എടുക്ക, ആതിരെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. എന്റെ കൃഷ്ണ, എന്റെ മോക്കൊന്നും സംഭവിക്കില്ലേ?
മാഡം ഒരു സഹായം ആവശ്യപ്പെട്ട എനിക്കത് നിരസിക്കാൻ പറ്റുമോ? ഉം. തിരുമുറ്റം ഗ്രൂപ്പുമായിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ഡീലിംഗ് ഉറപ്പിച്ചെന്നത് മാഡം ഒരാളല്ലേ? ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. ഡോണ്ട് വെരി മാഡം, മാഡം ആവശ്യപ്പെട്ട എമൗണ്ട് റെഡിയാണ്. അതെപ്പോ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. താങ്ക് യു സേവ്യർ. ഇത്ര പെട്ടെന്നൊരു റിപ്ലൈ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സേവ്യർ, ഇന്ന് തന്നെ നിങ്ങൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യും. അയാളൊരു ലോയറാണ്. പണം നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി. ഷുവർ. അല്ല മാഡം, മാഡത്തിന്റെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. സോറി സേവ്യർ, ഇറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ. ഇറ്റ്സ് ഓക്കെ, ക്യാരി ഓൺ. വക്കീല്, കോടതി, പണം. എന്താ മോളെ നിന്റെ ഉദ്ദേശം? ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞത് അപ്പം കേട്ടതല്ലേ? ഇറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ. മോളെ, ഇതൊന്നും നല്ലതിനല്ല. എന്റെ അമ്മച്ചി, അപ്പൻ ഈ പറയുന്നത് കേട്ടാ തോന്നും ഒരു പെണ്ണും കോടതി, വക്കീല്, കേസ് എന്നൊന്നും പറഞ്ഞിറങ്ങാൻ പാടില്ലെന്ന്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ സ്ത്രീകളായിരിക്കും അപ്പാ. സ്ത്രീകളാണല്ലോ എന്നും പുരുഷന്മാരുടെ ഇരകൾ. നീ കണ്ണുടച്ചിറങ്ങിക്കോ. പക്ഷേ എന്തിനാ ഏതിനാന്നൊക്കെ ഈ അമ്മച്ചിയോട് കൂടി ഒന്ന് പറയണേ. അങ്ങനെ അമ്മച്ചിയും കൂടെ അറിഞ്ഞിട്ടാണ് മോൾ ഇറങ്ങുന്നതെങ്കിൽ അത് തിരുമുറ്റത്തെ ഹരിനാരായണനെതിരെ തന്നെ ആയിരിക്കും. എന്താ മോളെ നിന്റെ ഉദ്ദേശം? ഹരിനാരായണൻ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നീ വേറെ വഴി നോക്കണം. അല്ലാതെ കേസ്, കോടതി എന്ന് പറഞ്ഞ് ഇറങ്ങുകയല്ല നീ ചെയ്യേണ്ടത്. അതായിരുന്നു ഉദ്ദേശമെങ്കിൽ എനിക്ക് ആ നിമിഷം ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു. തിരുമുറ്റം കമ്പനിയിൽ ഒരു കീഴ് ജീവനക്കാരിയായിട്ട് ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. മോളെ, പിന്നെ നീ ആർക്കെതിരെ എങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഈ അമ്മച്ചിയോടൊന്ന് പറയടി. ഇത് പറയാനുള്ള അവസരമൊന്നും അല്ല അമ്മച്ചി, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാ. അത് ആർക്കു വേണ്ടിയാണ്, ആർക്കെതിരെയാണെന്നൊക്കെ കാത്തിരുന്ന് കണ്ടോ. രാസവളങ്ങളിട്ടും തെളിച്ചും മാത്രം വളർത്തുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു വിഷക്കായ മാത്രമേ കിട്ടൂ. നേരി, നമ്മുടെ മോളെ ഇത്ര മേൽ വഷളാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കണ്ടോ, ഇനി അവൾ നിനക്ക് പോലും പിടിയറില്ല. നിന്നെക്കൊണ്ട് അവളെ തിരുത്താനും കഴിയില്ല. അമ്മയെന്ന് പറയുന്നത് വലിയൊരു സത്യമാണ്. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അമ്മമാർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. മണിക്കുട്ടി, എന്റെ കനിമ എവിടെ? എന്റെ കനിമ കൊണ്ടുപോവാ. മണിക്കുട്ടി, കനിച്ചേച്ചി ഹോസ്പിറ്റലിൽ പോയിരിക്കല്ലേ? ഡോക്ടറെ കാണാനാണെങ്കിൽ കനിമ എന്നെ കൊണ്ടേ പോവൂ. കനിമ എവിടെ? മണിക്കുട്ടി, ആതിരപ്പച്ചയ്ക്ക് എന്തോ അസുഖ. വായിന്ന് ഒരുപാട് നൊരയും പതയും വന്നു. അപ്പച്ചയ്ക്ക് ബോധമില്ലായിരുന്നു. കനിമയും പപ്പയും കൂടി ആതിരപ്പച്ചയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കാം. അമ്പളങ്ങളും കൂടെ പോയിട്ടുണ്ട്. കനിമ വിളിക്ക്, എനിക്ക് എന്റെ കനിമ കാണണം. ഏഞ്ചല് പറഞ്ഞ സത്യം മോളെ, മോളൊന്ന് വിശ്വസിക്കും. ഇല്ല, എനിക്ക് ഉണ്ണിക്കുട്ടൻ പറയുന്ന കേക്കണ്ട. എന്തിനാ എന്റെ കനിമ പറഞ്ഞു വിട്ടെ? കനിമ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാൻ ഒരുക്കിയതാ. എന്നെ കനിമ എവിടെ? വേണ്ട. മണിക്കുട്ടി, മോളിങ് വന്നേ. അപ്പൂപ്പനല്ലേ വിളിക്കുന്നത്? അപ്പൂപ്പനോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഡോക്ടറെ കാണാൻ പോവാന്ന്. ഡോക്ടറെ കണ്ടെങ്കിലല്ലേ മണിക്കുട്ടിക്ക് അപ്പൂപ്പനെ കാണാൻ പറ്റൂ. മണിക്കുട്ടിക്ക് അപ്പൂപ്പന്റെ വണ്ടി ഉരുട്ടണ്ടേ? എന്താ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാത്തെ? മോളെ, അപ്പൂപ്പൻ ഇപ്പോ ഒത്തിരി സങ്കടത്തില. മോളുടെ ആതിര അപ്പച്ചിക്ക് എന്താ സംഭവിച്ചെന്ന് അപ്പൂപ്പൻ ഒരു നിശ്ചയമില്ല. അവര് മടങ്ങി വരുന്നവരെ അപ്പൂപ്പന് ഒരു സമാധാനം കിട്ടില്ല മോളെ. എനിക്ക് എന്റെ കനിമയെ കാണണം. കാണാം. ആതിര അപ്പച്ചിയും കൊണ്ട് അവരിപ്പം വരും. വരും. അവർ വന്നാലുടൻ മോളെയും കൂട്ടി അവർ ഡോക്ടറെ അടുത്തേക്ക് പോവും. പോണം. മണിക്കുട്ടിക്ക് എല്ലാരും കാണണെങ്കിലേ ഡോക്ടറെ അടുത്ത് പോണം. ഏഞ്ചലേ, അപ്പൂപ്പൻ പറഞ്ഞല്ലോ കനിമ ഇപ്പൊ വരുന്ന്. വരട്ടെ, വേഗം വരട്ടെ.
ഏഞ്ചല് വിഷമിക്കണ്ട കേട്ടോ. ഞാനേ ഡോക്ടറെ അടുത്ത് പോയിട്ട് വേഗം വരാം. ഉണ്ണിക്കുട്ട, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ മോനെ. സാർ അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ആതിരേച്ചിക്ക് ഫിക്സ് വല്ലതും വരാറുണ്ടോ? ഇല്ല, അവൾക്ക് അങ്ങനെ ഒരു രോഗവും ഇല്ല. ഇതാദ്യമായിട്ടാണ് അവളെങ്ങനെ കാണുന്നത്. എൻ്റെ മോളെ കൊണ്ടുപോയിട്ട് ഒരുപാട് നേരമായല്ലോ ഈശ്വര. എന്താ ഉണ്ണിക്കുട്ട അവർ വൈകുന്നത്? ഇനി അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലേ? ആയിരിക്കും. സാറ് വിഷമിക്കണ്ട, ആതിരേച്ചിക്കൊന്നും സംഭവിക്കില്ല. കാര്യം ഞാൻ അവളെ ശകാരിക്കുകയും നോവിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ആകെ എനിക്കുള്ളൊരു പെൺതരിയ. അവൾക്കൊരു ജലദോഷം വന്നാൽ പോലും എനിക്ക് സഹിക്കില്ല. ആപത്തും അസുഖവും ഒന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. കൃഷ്ണ, നീ കാത്തോണേ. സാർ, അവരെത്തിയും തോന്നുന്നു. സൂക്ഷിച്ച്. മോളെ, മോളെ ആതിരേ, എന്താ മോളെ, എന്താ നിനക്ക് സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല അച്ഛാ. എനിക്കൊന്ന് കിടക്കണം. കനി, മോളെ അകത്തുകൊണ്ടുപോയി കിടത്ത്. ചെല്ലു മോളെ. എന്താ സംഭവിച്ചത്? അത് പിന്നെ അച്ഛാ, വെല്ലുവിളിനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വായിന്ന് നൊരയും പതയും വന്നേ മരണവെപ്രാളത്തിൽ അവൾ വീണത് എന്റെ മടിയിലേക്കാ. ചാവാൻ വേണ്ടി അവളൊന്നും എടുത്ത് കുടിച്ചിട്ടുമില്ല. ഷുഗറും പ്രഷറും ഒക്കെ നോക്കി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാൻ പറയില്ല. ECG എടുത്തല്ലോ, എന്തെങ്കിലും വേരിയേഷൻ കാണിച്ചോ? ഇല്ല. പക്ഷെ വേരിയേഷൻ ഉണ്ട്, അത് എനിക്കല്ല അറിയാം. എന്റെ ആതിരയുടെ കണ്ടീഷൻ ഇത്ര മോശമാക്കിയതേ നിങ്ങൾ അച്ഛനും മോനും കൂടിയാ. അമ്പിളിക്കുട്ട, അമ്പിളിക്കുട്ടൻ തന്നെയാ. എന്റെ ആതിരയുടെ കാര്യം നോക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല. വേലക്കാരി ശാന്തി വരെ ഇവിടെ സൂഹിക്കുന്നു, ഒരു പണിയില്ല. എന്റെ ഭാര്യയുടെ കാര്യം അങ്ങനെയാണോ? അവക്കൊരു പുറം പണിക്കാരുടെ വിലയെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? വലിയ ദണ്ണമുണ്ടളിയാ, വലിയ ദണ്ണമുണ്ട്. ഒരു പെങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. സ്നേഹിച്ച് കൊല്ലേണ്ടവളെയാ എല്ലാവരും കൂടി ദ്രോഹിച്ചു കൊല്ലുന്നത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇത്രയും പൊട്ടിത്തെറിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? പൊട്ടിത്തെറിക്കണം തോന്നി ഞാൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ആതിരയ്ക്ക് വേണ്ടി വേദനിക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛാ, അളിയൻ പറയുന്നത് പോലെ പേടിക്കാനുള്ള ഒരു പ്രശ്നവും ആതിരയ്ക്കില്ല. ഈ പറഞ്ഞതുപോലെ പല ടെസ്റ്റുകളും നടത്തി. ഒരു ഫുഡ് പോയ്സന്റെ പ്രോബ്ലം പോലും കാണിച്ചിട്ടില്ല. അസുഖമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ വെല്ലുവിളിയ ഡോക്ടർ ഇത്രയും മരുന്ന് തന്നത്? ഇതങ്ങനെ അസുഖത്തിനുള്ള മരുന്നൊന്നും അല്ല അളിയ. അങ്ങനെ പറയാൻ വെല്ലുവിളിയും ഡോക്ടറൊന്നുമില്ലല്ലോ, ബിസിനസ്മാൻ അല്ലേ. ഇത് അസുഖത്തിനുള്ള മരുന്ന് തന്നെയാ. അമ്പിളിക്കുട്ട, മല പോലെ വന്നത് കാറ്റായി മാറിയില്ലേ? ആശ്വസിക്ക്. എൻ്റെ മോളോടുള്ള സ്നേഹം കൊണ്ട് അമ്പിളിക്കുട്ട ഇപ്പോൾ ഇങ്ങനെ ഒരു ബഹളം നടത്തിയത്. അവളെ ഞങ്ങളാരും നോക്കുന്നില്ല, കാണുന്നില്ല എന്നൊന്നും ഇനി നിന്റെ വായൊന്നും വീഴരുത്. അപ്പോഴത്തെ ആവേശത്തിന് ഞാൻ പറഞ്ഞു തച്ച. ദേ, മണിക്കുട്ടിയും കൊണ്ട് ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ ഇവര്. അന്നേരമാ അകത്തു നിന്നുള്ള നിന്റെ വിളിയും കരച്ചിലും ഒക്കെ ഉണ്ടായത്. ഹരി, നീ വേഗം മണിക്കുട്ടി കൊണ്ട് പോകാൻ നോക്ക്, സമയം കളയണ്ട. ശരി അച്ഛാ. മോളെ കനി, മണിക്കുട്ടിയെ കൊണ്ട് വേഗം ഡോക്ടറെ അടുത്തേക്ക് ചെല്ലേ. സാറേ, ഇറങ്ങാം. ഇറങ്ങാം. പോയിട്ട് വാ മോളെ. ഹലോ ലാൽ. ഹരി, ഡോക്ടറെ കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. 9:30 ടൈം. അതെ, പക്ഷേ എന്റെ ഹരി, നിങ്ങൾക്ക് തന്ന ടൈം കഴിഞ്ഞില്ലേ? അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. 2-3 മണിക്കൂർ മാത്രമേ അദ്ദേഹം കൺസൾട്ടിംഗ് ഇരിക്കൂ. ക്യൂ നിൽക്കാൻ 500 പേഷ്യൻസ്. ലാൽ, സിസ്റ്ററിനൊരു ബോധക്ഷയമുണ്ടായി. ഞങ്ങളിതാ ഇപ്പം ഇറങ്ങും. ഇറങ്ങാൻ വരട്ടെ, 1 മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ ഹരി? ഞങ്ങൾക്ക് തന്ന അപ്പോയിന്റ്മെന്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ലാലിപ്പോ വിളിക്കും, അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കനിമ, പോവാം. പറഞ്ഞോ ലാൽ. സോറി ഹരി,
നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അവിടെ തിരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് 2 ദിവസം തിയേറ്ററും സർജറി ആയിട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോകും. ആഫ്റ്റർ 2 months മടങ്ങിയെത്തും. പിന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ അപ്പ കാണാമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇറങ്ങിയിട്ട് കാര്യമില്ല. ഡോക്ടർ മാത്യു പോളിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുക. 2 മാസം കഴിഞ്ഞ് മടങ്ങിയെത്തും. ഇനിയൊരു അപ്പോയിന്റ്മെന്റിനായി അദ്ദേഹം മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കണം. കനിമ, നമ്മൾ പോകുന്നില്ലേ? കഷ്ടം തന്നെയാ. എന്താ അമ്പിളിയേട്ടാ, എന്നെ ഓർത്തിട്ടാണോ? നിനക്കിപ്പൊന്നുമില്ലല്ലോ. ഞാൻ കഷ്ടം എന്ന് പറഞ്ഞതേ ആ മണിക്കുട്ടി ഓർത്ത. അതിന് കാണിക്കാൻ നിന്ന ആ ഡോക്ടറില്ലേ, അങ്ങേര് ഇനി കാണണമെങ്കിൽ 1 മാസം കഴിയുന്നു. നേരോ? അങ്ങേര് ഓസ്ട്രേലിയക്ക് പോവാ. നീ കാരണമാണ് അവർ അപ്പോയിന്റ്മെന്റ് മുടങ്ങിയത്. മുടങ്ങി അമ്പിളിയേട്ടാ? ആ, മുടങ്ങി. നീ എന്തിനാ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. അതെ, ഈ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരാള് മാത്രം ഹോസ്പിറ്റലിൽ പോയാ മതി. ഇന്നത്തെ ദിവസം അത് ഞാനായിക്കോട്ടെ എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പൊ നൊരയും പതിയും പേസ്റ്റ്. പേസ്റ്റോ? എന്തു പേസ്റ്റ്? ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റോ? അപ്പൊ ഇതൊക്കെ നിന്റെ അഭിനയായിരുന്നോ? പിന്നെ നിങ്ങൾ എന്താ കരുതിയത് എനിക്ക് ജന്യവാദം വന്നോ? ആതിരെ, നീ ശരിക്കും കലക്കിട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. എനിക്ക് എന്റെ പെർഫോമൻസ് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ഇത് സപ്പോർട്ട് ചെയ്ത് സംഗതി ഒരു സംഭവമാക്കിയത് ഞാനാണല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിലേ ഇപ്പൊ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? അവരെ അപ്പോയിന്റ്മെന്റ് എടുത്ത ഡോക്ടറെ ചില്ലറക്കാരനൊന്നുമല്ല. അങ്ങ് ലണ്ടനിലിരുന്ന് വീഡിയോ കോൺഫറൻസ് വഴി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ സർജറി ചെയ്യുന്ന ആളാ. അമ്പടി മിടുക്കി, നീ ആൾ കൊള്ളാലോ. ഈ അപ്പോയിന്റ്മെന്റ് മുടക്കാൻ വേണ്ടി ഞാൻ എത്ര ദൈവത്തെ വിളിച്ചെന്നറിയോ? ഒടുക്കം തോന്നിയ ഒരു ബുദ്ധിയാ, അത് ഫലിച്ചു. ഏറ്റിട്ടുണ്ട്, നന്നായി ഏറ്റിട്ടുണ്ട്. മണിക്കുട്ടി, അവളിന് പുറം ലോകം കാണാതെ തന്നെ അങ്ങ് കണ്ണടയണം. അതിനുവേണ്ടി നുരയും പതയുമല്ല, ചോര ഛർദിക്കാനും ഞാൻ തയ്യാറാ. അതെ, നീ എന്തു വേണമെങ്കിലും ഛർദിച്ചു. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു സൂചന തരണം. അല്ലെങ്കിലേ നിന്റെ മരണവെപ്രാളം കണ്ട് ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോകും. അമ്പിളിയേട്ടന് ഒരു കാര്യം ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ വല്യേട്ടനും അച്ഛനും ഒക്കെ ഒരേ മനസ്സോടെ എനിക്കൊപ്പം നിൽക്കുന്നു. അവർക്കൊക്കെ നിന്നോട് ഭയങ്കര സ്നേഹാതിരെ. വെല്ലുവിളിന്റെ അന്നേരത്തെ വെപ്രാളൊന്ന് കാണായിരുന്നു. കനിയും മണിക്കുട്ടിയൊക്കെ വെല്ലുവിളിയും മറന്നു. പിന്നെ കനിയുടെ ഭാഗം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവൾ ആ നിമിഷം കണ്ണുപൊട്ടിയായ മണിക്കുട്ടിയെ മറന്ന നിന്നെ എടുക്കാനും പിടിക്കാനും ഒക്കെ ഒപ്പം വന്നത്. അത് വല്യേട്ടനെ അച്ഛനെയും കാണിക്കാനുള്ള അവളുടെ അടവ് മാത്രമല്ലേ മനുഷ്യ? ആണോ? ആണ്. അവള് കളിക്കുന്ന ആ കളിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. ഞാനതാ പഠിച്ചിട്ടുള്ളത്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ വായിന്ന് വന്നത് ടൂത്ത് പേസ്റ്റ് ആണെന്നും ഞാൻ അസുഖം അഭിനയിച്ചത് വെറുതെ ആണെന്നും ആരോടും വച്ച് വിളമ്പേക്കരുത്. ഞാൻ അങ്ങനെ പറയൂ? ഇവിടുന്ന് പെട്ടിയെടുക്കേണ്ടി വരുന്ന സന്ദർഭമൊന്നും അമ്പിളിയേട്ടനായിട്ട് ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെയൊന്നുമില്ല. അപ്പോഴാതിരെ ഈ മരുന്നൊക്കെ എന്ത് ചെയ്യും? ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. തിരിച്ചു കൊടുത്ത് കാശ് വാങ്ങിച്ചാലോ? വല്യേട്ടനിപ്പോ ഒരാൾക്ക് കൂടി മുറി തുറന്നു കൊടുത്തിരിക്കല്ലേ. എനിക്കിനി വലിയ കളികൾ കളിക്കേണ്ടി വരും.
അധികം താമസിയാതെ ഈ തിരുമുറ്റത്ത് നിന്ന് തുരത്തും ഞാൻ എല്ലാത്തിനെയും. എന്റെ കണ്ണ് കാണിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ എന്താ കൊണ്ടുപോകാത്തെ? എനിക്ക് കാണണ്ടേ? എന്താ കനിമ എന്നെ കൊണ്ടുപോകാത്തെ? കനിമ മണിക്കുട്ടി ഒരിക്കൽ സുന്ദരിയാക്കിയതേ കൊണ്ടുപോകാനല്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വാ കനിമ, നമുക്ക് പോവാം. അല്ലെങ്കിൽ വേണ്ട, കനിമ വരണ്ട. എന്നെ ഏഞ്ചലിന്റെ പപ്പ കൊണ്ടുപോവല്ലോ. ഏഞ്ചലേ, മണിക്കുട്ടി. ഏഞ്ചലേ, പിന്നെ ഏഞ്ചലിന്റെ പപ്പയോട് പറ മണിക്കുട്ടിക്ക് ഡോക്ടർ ഒരു പേടിയില്ലാന്ന്. മണിക്കുട്ടിയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാൻ. മണിക്കുട്ടി, എന്റെ കനിമയാണ് സത്യം ഏഞ്ചല്. മണിക്കുട്ടിക്ക് ഡോക്ടർ അങ്കിളിനൊന്നും ഒരു പേടിയില്ല. എന്നെ എത്ര സൂചി വേണേലും കുത്തിക്കോ, മണിക്കുട്ടിക്ക് അറിയില്ല. മണിക്കുട്ടിക്ക് അറിയാതിരുന്നാലേ എന്റെ അസുഖം എല്ലാം പോവും. മണിക്കുട്ടിക്ക് പിന്നെ എല്ലാം കാണാൻ പറ്റും. എവിടെ ഏഞ്ചലിന്റെ പപ്പ എവിടെ? ഏഞ്ചലിന്റെ പപ്പയുടെ അടുത്ത് കൊണ്ടുപോവോ? ഞാൻ പറയാം മണിക്കുട്ടിയെ കൊണ്ടുപോവാൻ. ഞാൻ പറയാം, കൊണ്ടുപോ ഏഞ്ചലേ. വാ മണിക്കുട്ടി.